ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹരി. അപ്പോൾ ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും എൻ്റെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന്. യെസ്, നമ്മുടെ സ്വന്തം ചിങ്ങഞ്ചിറ ആൻഡ് സീതാർകുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് കറങ്ങണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ പടിപ്പടിയായിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. അതിലെന്തായാലും ചെറിയൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ചിങ്ങഞ്ചേരിയിലേക്ക് പോവാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് നമുക്ക് സീതാർകുണ്ടിലെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യുന്നത്. ഒന്നും പറയാനില്ല, അടിപൊളി വിഷ്വൽസ് ആണ് കേട്ടോ. പ്രകൃതി ഭംഗിയുടെ ഒരു വല്ലാത്ത എന്താ പറയുക, ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ കണ്ണ് നിറയെ കണ്ട് ആസ്വദിക്കാനുള്ള എല്ലാ വകുപ്പും ഇവിടെയുണ്ട്. അപ്പോൾ കാറിൽ വരുന്നവർക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ബൈക്കിൽ വരുന്നവർക്ക് ബൈക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ബൈക്കിൽ വരുന്ന സമയത്ത് റോഡ് സൈഡ് ധാരാളം ബോർഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഹോം സ്റ്റേ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അവസാനം ഇതിൽ പങ്കുവയ്ക്കാം. അപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തു നിന്നും വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു നേരം നിങ്ങൾക്ക് തങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം ഗെയ്സ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് പ്രകൃതി ക്ഷേത്രം എന്നാണ്. അത് 100% ശരിവെക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങൾ കുട നിവർത്തിയതുപോലത്തെ ഒരു കുട നിവർത്തി കഴിഞ്ഞ് നമ്മളതിനെ അകത്ത് നിന്ന് എങ്ങനെയുണ്ടാവും അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. അപ്പോൾ ഈ വള്ളിപ്പടർപ്പിലൊക്കെ ആൾക്കാർ കിടന്ന് തൂങ്ങുന്നുണ്ട് കേട്ടോ. അതൊരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇവിടെ കറുപ്പ് സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല, ഞാനൊരു വിശ്വാസിയല്ല ബേസിക്കലി. അപ്പോൾ വിശ്വാസികൾക്ക് വരാം, പ്രാർത്ഥിക്കാം, പരിപാടികളൊക്കെ ചെയ്യാം. ബാക്കിയുള്ളവർക്ക്, എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള നല്ലൊരു പ്ലേസാണ് അപ്പോൾ ഈ ചിങ്ങഞ്ചിറ എന്ന് പറയുന്നത്. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ്, ഇത്തരം ഏരിയ നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് കളയാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വല്ല ഐസ്ക്രീമോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് നെന്മാറ സൈഡ് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പ് കുളമായെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കയറിയപ്പോൾ, അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഈ ചിങ്ങഞ്ചിറയ്ക്ക് വരുന്ന ഭാഗത്തേക്ക് കയറിയപ്പോൾ ഇവിടെ മഴയുമില്ല, ഒന്നുമില്ല, നല്ല വെയിൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആശ്വാസം. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോകുമ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ചടപ്പാണ്. വെയിൽ പിന്നെയും നമുക്ക് സഹിക്കാം, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ചളി വിളിയായിട്ട് ഒന്നിനൊരു മൂഡുണ്ടാവില്ല. അങ്ങനെ ഗെയ്സ്, ഞാൻ ഇവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ മൊത്തത്തിലൊന്ന് കറങ്ങിയടിച്ച് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് സീതാർകുണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടു നോക്കാം. ഇവിടെ വന്ന 2 ഗുണങ്ങളുണ്ട്, ഒരു വെടിക്ക് 2 വിഷയം എന്ന് പറയും പോലെ.